നമസ്കാരം. ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ഡീലിമിറ്റേഷൻ നടപടികളെ ഐക്യത്തോടെ ഇന്ത്യ മുന്നണി സംവിധാനം അതിൽ നിന്നും പ്രബല കക്ഷി എന്ന രീതിയിൽ DMK ഇറങ്ങിപ്പോയിട്ടുണ്ട്. എന്നാൽ ഡീലിമിറ്റേഷൻ നടപടികളുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ എങ്ങനെയൊക്കെ കോൺഗ്രസുമായി ഇനി സഹകരിക്കും എന്നുള്ള കാര്യത്തിൽ DMK വ്യക്തതയൊന്നും പറഞ്ഞിട്ടില്ല. കാരണം DMK ഇനി പിക്ചറിൽ ഉണ്ടാകില്ല എന്നുള്ളതാണ് വാസ്തവം. തമിഴക രാഷ്ട്രീയത്തിൽ DMKക്ക് ഇനി അധിക നാൾ നീണ്ടു നിവർന്ന് നിൽക്കാൻ കഴിയില്ല. അത് സ്റ്റാലിൻ മനസ്സിലാക്കി കഴിയും. സ്റ്റാലിൻ്റെ മകനെ നിലവിൽ നിയമസഭയിലെ പ്രതിപക്ഷ നേതാവാക്കി എന്നുള്ളത് ശരിയാണ്. പക്ഷെ അടുത്ത തവണ പ്രതിപക്ഷത്ത് നേതാവാകാൻ ഉള്ള യോഗ്യത പോലും സ്റ്റാലിൻ്റെ പാർട്ടിക്ക് കിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം അത്രയേറെ വെണ്ണീറാകുന്ന രീതിയിൽ DMK കുമിഞ്ഞ് കൂടാൻ പോവുകയാണ്. ഇനി തമിഴക വെട്രിക്കഴകത്തിൻ്റെ മുന്നേറ്റമായിരിക്കും. പക്ഷേ ഡീലിമിറ്റേഷൻ നടപടികൾ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ അഫക്റ്റ് ചെയ്യുമ്പോൾ BJPയുടെ അലയൻസ് പാർട്ട്ണറായിട്ടുള്ള ചന്ദ്രബാബു നായിഡുവിൻ്റെ പാർട്ടിയായിട്ടുള്ള തെലുങ്ക് ദേശം പാർട്ടിയും വല്ലാതെ അഫക്റ്റ് ചെയ്യും. അതൊക്കെ നന്നായിട്ട് അറിയാം. പക്ഷേ അതൊന്നും അറിയാത്ത മട്ടിൽ, അതൊന്നും ഒരു വിഷയമേ അല്ല, സാരമില്ല എന്ന മട്ടിൽ ഇങ്ങനെ മിണ്ടാതിരിക്കുകയാണ്. അതൊന്നും തങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല, അതൊന്നും കാരണം തങ്ങൾക്ക് നഷ്ടങ്ങൾ ഉണ്ടാകില്ല എന്ന് ചന്ദ്രബാബു നായിഡു വിചാരിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം വിഡ്ഢികളുടെ മൂഢസ്വർഗത്തിൽ ഇരിക്കുക തന്നെയാണ്. മറ്റ് പാർട്ടികൾക്ക് 8ന്റെ പണി കൊടുത്തതുപോലെ എങ്ങനെയൊക്കെയാണോ BJP സഖ്യകക്ഷികളെ ഒന്നിനു മീതെ ഒന്നായി തുരുതുര തകർത്ത് എറിയുന്നത്, ശിവസേന ആയിക്കോട്ടെ അതല്ലെങ്കിൽ ഐക്യ ജനതാദൾ ആയിക്കോട്ടെ, അതുപോലെ BJP കാത്ത് ഇരിക്കുകയാണ്. ആന്ധ്രാപ്രദേശിൽ TDPയെ പൊളന്നുകൊണ്ട് BJPയെ വളക്കൂറുണ്ടാക്കാൻ ഇത്തളുപോലെ BJP പടർന്ന് പന്തലിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ കൃത്യമായി അവിടെ ശർമ്മളയുടെ നേതൃത്വത്തിൽ, കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം എന്ന രീതിയിൽ ആവുന്നത്ര രീതിയിൽ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് നഷ്ടപ്പെട്ടു പോയ പ്രതാപം തെലങ്കാനയിൽ തിരിച്ചു പിടിച്ചതുപോലെ ആന്ധ്രയിലും കുറേയൊക്കെ തിരിച്ചു പിടിക്കാൻ കഴിയുമെന്ന പ്രത്യാശയോടെ മുന്നോട്ട് പോവുകയാണ്. അത് എത്രത്തോളം വിജയകരമാകും എന്നുള്ളത് ഇപ്പോൾ പറയാൻ കഴിയുന്നില്ല. മൂന്നാം മുന്നണി സംവിധാനം എന്ന രീതിയിൽ പണ്ട് മായാവതിയും ഇടതുപക്ഷ പാർട്ടികളുമൊക്കെ 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു തട്ടിക്കൂട്ട് മുന്നണി സംവിധാനം ഉണ്ടാക്കി. അത്തരത്തിലൊരു പരിപാടിയൊന്നും ഇന്ത്യയിൽ വർക്കൗട്ടാകില്ല. BJPയെ നേരിടാൻ കൂട്ടായ ഒരു മുന്നണി സംവിധാനം പ്രതിപക്ഷത്ത്, അതും ഐക്യത്തോടെ ഉണ്ടെങ്കിൽ മാത്രമേ ഇന്നത്തെ അവസ്ഥയിൽ, ഇന്നത്തെ നിലയ്ക്ക് BJPയെയും RSSൻ്റെ രാഷ്ട്രീയ അജണ്ടകളെയും നേരിടാൻ കഴിയുകയുള്ളൂ. കാരണം അത്രത്തോളം അവർക്ക് ശക്തിയുണ്ട്. അവർക്ക് വലിയ രീതിയിലുള്ള സോഴ്സ്, മണി സോഴ്സ്, മറ്റ് രീതിയിലുള്ള ഫണ്ടിങ് അവർക്ക് ലഭിക്കുന്നുമുണ്ട്. ഇലക്ഷൻ കമ്മീഷനെ പൈസ കൊടുത്ത് അല്ലെങ്കിൽ പല രീതിയിലും അവരുടെ ചട്ടവുമാക്കി വെച്ചിരിക്കുന്നു എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ടാണ് കോൺഗ്രസ് നേതൃത്വം പല രീതിയിലും പല പാർട്ടികളോടും എതിരഭിപ്രായം ഉണ്ടായിട്ട് പോലും പരമാവധി സഹകരിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്. എന്നാൽ ഇനി ആം ആദ്മിയെയും DMKയും ഒന്നും ആ മുന്നണിയുമായി സഹകരിപ്പിക്കേണ്ട ഒരാവശ്യവുമില്ല എന്നതും പ്രസക്തമായൊരു കാര്യമാണ്. ഡീലിമിറ്റേഷൻ പദ്ധതിയും ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നരേന്ദ്രമോദിയും BJPയും എടുക്കുന്ന കേന്ദ്രത്തിൻ്റെ തെറ്റായ നയങ്ങളെ കോൺഗ്രസ് അല്ലാതെ പിന്നെ ഈ രാജ്യത്ത് മറ്റേത് പ്രതിപക്ഷമാണ് ചെറുത്തു തോൽപ്പിക്കേണ്ടത്?